പ്രിയപ്പെട്ട സഖാക്കളെ, പള്ളിക്കലിലെ പ്രിയപ്പെട്ടവരെ, 2020 ഡിസംബർ മാസം 16-നാണ് പള്ളിക്കൽ ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിലെയും പത്തനംതിട്ട ജില്ലയിലെ നാളിതുവരെയുള്ള ചരിത്രത്തിലെയും തന്നെ വലിയ ഭൂരിപക്ഷമായ 5861 എന്ന മാജിക്കൽ നമ്പറിലൂടെ നിങ്ങൾ എല്ലാവരും എന്നെ പള്ളിക്കലിന്റെ ജില്ലാ പഞ്ചായത്ത് അംഗമായി തിരഞ്ഞെടുത്തത്. നാളിതുവരെയും ആ സ്നേഹത്തോട് കടപ്പെട്ടും ഉത്തരവാദിത്തോടെയും ഞാൻ പ്രവർത്തിച്ചു. ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥിയായ അന്നു മുതൽ എന്റെ പാർട്ടിയിലെ ചില ഉത്തരവാദപ്പെട്ട സ്ഥാനത്തിരിക്കുന്നവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായ വാക്കുകളും പ്രവർത്തികളും എന്നെ മാനസികമായി വലിയ സമ്മർദ്ദത്തിലാക്കിയിരുന്നു. എല്ലാം ഉപേക്ഷിച്ച് പിന്തിരിയാൻ നിരവധി സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നിട്ടും ഇതുവരെയും എന്നെ മുന്നോട്ട് നയിച്ചതും ജില്ലാ പഞ്ചായത്ത് അംഗം എന്ന നിലയിൽ തുടർന്നതും പള്ളിക്കലിലെ ജനത നൽകിയ സ്നേഹത്തിന്റെ ചൂട് ഞാൻ ഹൃദയത്തിൽ സൂക്ഷിച്ചതുകൊണ്ടാണ്. എന്നാൽ ഇന്ന് 5 വർഷം പൂർത്തിയാകാൻ ഒരു മാസം മാത്രമേ അവശേഷിക്കെ ജില്ലാ പഞ്ചായത്ത് അംഗം എന്ന സ്ഥാനം ഞാൻ രാജിവെക്കുകയാണ്. പത്തനംതിട്ട ജില്ലാ പഞ്ചായത്ത് ഓഫീസിലെത്തി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിനെ നേരിൽ കണ്ട് രാജിക്കത്ത് നൽകി. നിലവിൽ AIYFന്റെ സംസ്ഥാന കമ്മിറ്റി അംഗം കൂടിയായ ഞാൻ ആ സ്ഥാനം കൂടി രാജിവെക്കുകയാണ്. രാജിക്കത്ത് സംസ്ഥാന പ്രസിഡന്റിന് ഇമെയിലായി നൽകിയിട്ടുണ്ട്. സമത്വ ബോധമുള്ള ഒരു സമൂഹം വളർന്നു വരണം എന്ന ഉദ്ദേശമുള്ളത് കൊണ്ട് തന്നെ വനിത എന്ന പരിഗണന പോലും ഉണ്ടായില്ല എന്ന വാക്ക് മാറ്റിവെക്കുന്നു. മാനുഷിക പരിഗണനൂന്നിയ സംരക്ഷണം നേതൃത്വത്തിന്റെ ഉത്തരവാദിത്തമാണ് എന്നതുപോലും മറന്നുകൊണ്ടുള്ള CPI നേതൃത്വത്തിന്റെ നിരുത്തരവാദപരമായ സമീപനവും അപമാനവും അവഗണനയുമാണ് നാളിതുവരെ എനിക്കുണ്ടായത്. രാഷ്ട്രീയ നിലപാടുകളിൽ ആദർശധീരർ എന്ന് മാധ്യമങ്ങൾ വിശേഷിപ്പിക്കുമ്പോൾ അഭിമാന ബോധത്തോടെ തലയുയർത്തി കണ്ണുകളിൽ ഈറനണിയുന്ന പ്രിയ സഖാക്കളെ ഹൃദയത്തോട് ചേർത്തുകൊണ്ട് ഈ നേതൃത്വത്തോടുള്ള പ്രതിഷേധം ഹൃദയരക്തം കൊണ്ട് രേഖപ്പെടുത്തട്ടെ. പാർട്ടിയിലെ ഉത്തരവാദപ്പെട്ട സ്ഥാനത്തിരുന്ന ഒരാളുടെ അഴിമതി ഞാൻ ചൂണ്ടിക്കാട്ടി നൽകിയ പരാതി വിവിധ തലങ്ങളിൽ അന്വേഷിച്ച് ശരിയെന്ന് കണ്ട് പാർട്ടി ഉചിതമായ നടപടി സ്വീകരിച്ചതാണ്. പക്ഷെ അതിനുശേഷം എനിക്ക് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്ഷിപ്പ് നിഷേധിച്ചപ്പോഴും AIYFന്റെ സംസ്ഥാന കമ്മിറ്റിയിൽ നിന്നും 2025 ജനുവരി 31 രാത്രി 11 മണിക്ക് ഒരു സംഘടനാപരമായ കാരണങ്ങളും ഇല്ലാതെ പുറത്താക്കിയപ്പോഴും തിരികെ വീണ്ടും 2 മാസത്തിനുള്ളിൽ തൽസ്ഥാനത്ത് തിരിച്ചെടുക്കേണ്ടി വന്നപ്പോഴും പാർട്ടി പരിപാടികളിൽ പങ്കെടുക്കാതിരിക്കുകയും പൊതുപരിപാടികളിൽ അനൗദ്യോഗികമായി വിലക്കേർപ്പെടുത്തുകയും ചെയ്തപ്പോഴും അപമാനിക്കപ്പെടുന്ന സാഹചര്യങ്ങൾ നിരവധി ഉണ്ടായപ്പോഴും പാർട്ടിയോടുള്ള സ്നേഹം കൊണ്ടും ജനങ്ങളോടുള്ള വിധേയത്വം കൊണ്ടും ഞാൻ പാർട്ടിയിൽ തുടർന്നു. ജില്ലാ പഞ്ചായത്ത് അംഗമാകുന്നത് വരെ ഒരു വ്യക്തിപരമായ ക്രിമിനൽ കേസുകളിലും പ്രതിയാകാതിരുന്ന എന്നെ പിന്നീട് അങ്ങോട്ട് അപസർപ്പ കഥകൾ പോലെ ഭാവനാത്മകമായി എഴുതിയ FIR കഥകളിൽ കുരുക്കി ക്രിമിനലാക്കി ചിത്രീകരിച്ചപ്പോഴും ഒരു മനുഷ്യായുസിൽ സ്വന്തമായുണ്ടാകും എന്ന് കരുതാതത്ര മാനസിക ബലത്തിൽ ഞാൻ മുന്നോട്ട് നയിക്കപ്പെട്ടു. ആത്മഹത്യാ പ്രേരകമായ വ്യക്തിഹത്യകൾ ഉണ്ടായപ്പോഴും അഴിമതിക്കറ പുരണ്ട നോട്ടുകെട്ടുകൾ വലിച്ചെറിഞ്ഞ് വിലക്കെടുത്ത ചില ഓൺലൈൻ മാധ്യമ അഴുക്കുകൾ എൻ്റെ ജീവിതത്തിന് നേരെ സ്വഭാവ ഹത്യയുടെ വൈകൃത നൃത്തമാടിയപ്പോഴും അർഹിക്കുന്ന അവജ്ഞയോടെ നീതിന്യായ വ്യവസ്ഥിതിയുടെ മേൽ ഞാൻ സൂക്ഷിക്കുന്ന നിസ്സീമമായ വിശ്വാസം നൽകിയ ആത്മധൈര്യത്തോടെ ഞാൻ മുന്നോട്ട് പോയി. എന്നാൽ ഏതൊരു സഖാവിനും പാർട്ടിക്കും പ്രവർത്തകനും സഹിക്കാവുന്നതിനും എത്രയോ അധികമാണ് പാർട്ടി അംഗത്വം നിഷേധിക്കുക എന്നത്. ജില്ലാ പഞ്ചായത്ത് അംഗവും AIYFന്റെ സംസ്ഥാന കമ്മിറ്റി അംഗം കൂടിയായ എനിക്ക് പാർട്ടി അംഗത്വം നിഷേധിക്കപ്പെട്ടു എന്ന ഹീനമായ അനീതിക്കെതിരെ കഴിഞ്ഞ 2 മാസക്കാലമായി പാർട്ടി അംഗത്വം നിഷേധിക്കപ്പെട്ടത് തിരികെ ലഭിക്കാനായി ഞാൻ ജില്ലാ സെക്രട്ടറിക്കും സംസ്ഥാന സെക്രട്ടറിക്കും കൺട്രോൾ കമ്മീഷനും മുൻപാകെ പരാതി നൽകി കാത്തിരിക്കുകയാണ്. കഴിഞ്ഞ 2 വർഷമായി നിരവധി പരാതികൾ രേഖാമൂലം നൽകിയിട്ടും യാതൊരുവിധ സംരക്ഷണവും നൽകാൻ നേതൃത്വം തയ്യാറാകാത്തതിനാൽ ആണ് ഈ തീരുമാനം ഞാൻ എടുത്തത്. ഒരു വനിതയുടെ അഭിമാനം ചോദ്യം ചെയ്യപ്പെടുന്ന സാഹചര്യങ്ങളെ അകത്തളങ്ങളിൽ നിശബ്ദമാക്കാനാണ് നേതൃത്വം തീരുമാനിച്ചത്. സ്ഥാനമാനങ്ങൾ നിലനിർത്തുവാനും അധികാരത്തിന്റെയും കപടാദർശവാദത്തിന്റെയും ചൂതാട്ടത്തിൽ അപരിമിക്കുവാനും വെമ്പൽ കൊള്ളുകയാണ് നേതൃനിര. പദവികൾ അലങ്കാരമായ സഖാവ് CK ചന്ദ്രപ്പൻ ഉൾപ്പെടെയുള്ളവരെ വിസ്മൃതിയിലാക്കി പദവികൾ അലങ്കാരമാണ് എന്ന ബോധ്യത്തോടെ അവ കൊണ്ടു നടക്കുന്ന നേതൃനിരയുടെ നിശബ്ദതയാണ് ഈ ഒരു തീരുമാനത്തിലേക്ക് എന്നെ കൊണ്ട് ചെന്നെത്തിച്ചത്. എന്നെ ഭൂരിപക്ഷത്തോടെ സ്വീകരിച്ച പള്ളിക്കലിന്റെ ജനതയുടെ മുന്നിൽ പാർട്ടിക്ക് വേണ്ടി അക്ഷീണം പ്രവർത്തിക്കുന്ന സാധാരണക്കാരായ പ്രിയ സഖാക്കളുടെ മുന്നിൽ ഈ വാക്കുകൾ ഞാൻ സമർപ്പിക്കുന്നു. നന്ദി. ശ്രീനാദേവി കുഞ്ഞമ്മ. കഴിഞ്ഞ ദിവസം ശ്രീനാദേവി നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും. പത്തനംതിട്ടയിലെ പള്ളിക്കലിൽ നിന്നുള്ള CPIന്റെ ജില്ലാ പഞ്ചായത്ത് അംഗമായിട്ടുള്ള
ശ്രീനാദേവി കുഞ്ഞമ്മ ഈ ശ്രീനാദേവി ഇന്ന് പള്ളിക്കലിലെ പഞ്ചായത്ത് അംഗത്വവും ജില്ലാ പഞ്ചായത്ത് അംഗത്വവും അതുപോലെ AIYF സംസ്ഥാന കമ്മിറ്റി അംഗത്വവും രാജിവെച്ചിരിക്കുന്നു. പാർട്ടിയിൽ നിന്ന് തന്നെ പുറത്തിറങ്ങിയിരിക്കുന്നു. കാരണം പാർട്ടിയിൽ നിന്ന് നേരിട്ട ദുരനുഭവങ്ങൾ, പാർട്ടിയിൽ നിന്ന് നേരിട്ട ഈ പറയുന്ന അവഗണനകൾ, ഇതൊക്കെ കാരണമായിട്ട് അവർ പാർട്ടിയിൽ നിന്ന് തന്നെ പുറത്തേക്ക് ഇറങ്ങിയിരിക്കുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ ശ്രീനാദേവി കുഞ്ഞമ്മ ജില്ലാ പഞ്ചായത്ത്, പത്തനംതിട്ടയിലെ ജില്ലാ പഞ്ചായത്ത് അംഗത്വമുള്ള അംഗമായിട്ടുള്ള പള്ളിക്കലിലെ തന്നെ ഏറ്റവും ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന ഭൂരിപക്ഷത്തിൽ വിജയിച്ചു കയറിയ ശ്രീനാദേവി കുഞ്ഞമ്മ ആ പള്ളിക്കൽ ഡിവിഷനിൽ നിന്ന്, ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിൽ നിന്ന് 5861 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു കയറിയ ഈ ശ്രീനാദേവി കുഞ്ഞമ്മ ഇവരെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇരയാക്കുവാനുള്ള വലിയ ഒരു ശ്രമം നേതൃത്വത്തിന്റെ അറിവോടുകൂടി, നേതൃത്വത്തിന്റെ സമ്മതത്തോടുകൂടി രാഹുലിനെ കുടുക്കുവാൻ വേണ്ടി ഈ ശ്രീനാദേവി കുഞ്ഞമ്മയെ ഇരയാക്കുവാനുള്ള പല ശ്രമങ്ങളും നടന്നു. ആ ശ്രീനാദേവി കുഞ്ഞമ്മ അത് ആ അവസരത്തിൽ തന്നെ തുറന്നു പറഞ്ഞതുമാണ്. നമ്മൾ അതിനെക്കുറിച്ച് ചർച്ച ചെയ്തതുമാണ് കാര്യങ്ങൾ. മുമ്പ് നമ്മൾ അതിനെക്കുറിച്ച് ചർച്ച ചെയ്തിട്ടുണ്ട്. രാഹുലിനെതിരെ ആരോപണങ്ങൾ ഉയർന്നു വന്ന സമയത്ത് ഈ സ്ത്രീയെ, ഈ ശ്രീനാദേവി കുഞ്ഞമ്മ എന്ന് പറയുന്ന നട്ടലുള്ള ഈ സഖാവിനെ വിളിച്ചുകൊണ്ട് ഒരു മാധ്യമ പ്രവർത്തകൻ, മുതിർന്ന മാധ്യമ പ്രവർത്തക വിളിച്ചുകൊണ്ട്, നിങ്ങൾക്ക് രാഹുലിൽ നിന്ന് ദുരനുഭവം ഉണ്ടായിട്ടുണ്ടല്ലോ, എന്തൊക്കെയാണ് അത്, നിങ്ങൾക്കൊന്ന് പറയാമോ, ഇത് ജനങ്ങളോട് മാധ്യമങ്ങളോട് പറയാമോ എന്ന് ചോദിച്ചുകൊണ്ട് അവർക്കില്ലാത്ത അനുഭവങ്ങൾ ഉണ്ടാക്കി പറയാൻ വേണ്ടി അവരെ പ്രേരിപ്പിക്കുകയും അവരെ ഇരയാക്കുവാനുമുള്ള എല്ലാ ശ്രമങ്ങളും നടത്തി എന്നുള്ളതാണ്. ഇതില് പത്തനംതിട്ടയുടെ LDF നേതാക്കള്, പത്തനംതിട്ടയിലെ CPI നേതാക്കള് ഒക്കെ കൂട്ടുനിന്നു. സംസ്ഥാന കമ്മിറ്റി സെക്രട്ടറിക്ക് അടക്കം ഇതേക്കുറിച്ച് പരാതി നൽകിയിട്ടും യാതൊരുവിധ നടപടിയും ഉണ്ടായില്ല. അവസാനം പാർട്ടിയിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങുകയാണ് ശ്രീനാദേവി കുഞ്ഞമ്മ. ഇവിടെ ഈ ശ്രീനാദേവി കുഞ്ഞമ്മയുടെ ഈ ഒരു വെളിപ്പെടുത്തൽ, അവർ അതോടൊപ്പം വെളിപ്പെടുത്തൽ മുൻപും നടത്തിയിട്ടുണ്ട്. തന്നെ സാങ്കല്പിക ഇരയാക്കുവാനുള്ള ശ്രമം നടത്തിയെന്നും മുതിർന്ന മാധ്യമ പ്രവർത്തകർ വിളിച്ചുകൊണ്ട് തന്നോട് ഇത് ആവശ്യപ്പെട്ടുവെന്നും രാഹുലിനെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കണമെന്നും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കണമെന്നും ഒക്കെയുള്ള കാര്യങ്ങൾ പറഞ്ഞു. അതിനുള്ള കാരണം ശ്രീനാദേവി കുഞ്ഞമ്മ എന്ന് പറയുന്ന ഈ ശ്രീനാദേവിയെ ജില്ലാ പഞ്ചായത്ത് അംഗത്തെ തിരഞ്ഞെടുക്കുവാനുള്ള കാരണം എന്ന് പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിലെ വീടായ അടൂരിലെ, ഈ പറയുന്ന അടൂരിലെ വീട്ടിലെ ആ പ്രദേശം കൂടി ഉൾക്കൊള്ളുന്ന ആ പ്രദേശത്തിന്റെ ജില്ലാ പഞ്ചായത്ത് അംഗമാണ് ഈ ശ്രീനാദേവി കുഞ്ഞമ്മ. എന്ന് പറഞ്ഞാൽ രാഹുലുമായിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കണക്ഷൻ ഉള്ള ആളുകളായിരിക്കണം ഇത്തരത്തിൽ സാങ്കല്പിക ഇരകളാകേണ്ടത് എന്നുള്ളത് ഈ ഗൂഢാലോചന നടത്തിയവർക്ക് വ്യക്തമായ ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു, പദ്ധതികൾ ഉണ്ടായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. ഇതേക്കുറിച്ച് തന്നെ ഇങ്ങനെ ഇരയാക്കാൻ ശ്രമിക്കുന്നു. രാഹുലിനെ വേട്ടയാടാൻ വേണ്ടി തനിക്ക് അനുഭവപ്പെടാത്ത, താൻ നേരിട്ടിട്ടില്ലാത്ത പല കാര്യങ്ങളും തനിക്ക് നേരിട്ടു എന്ന് പറയേണ്ട അവസ്ഥ ഉണ്ടാക്കുന്നു. അങ്ങനെ തന്നെ അതിന് നിർബന്ധിക്കുന്നു എന്നൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട്, ഈ തെമ്മാടിത്തരത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ജില്ലാ സെക്രട്ടറി, CPI സംസ്ഥാന സെക്രട്ടറിക്കടക്കം, ബിനോയ് വിശ്വത്തിനടക്കം ഈ പറയുന്ന പരാതികൾ ഉയർത്തി നൽകിയിട്ടും ഒരു നടപടിയും ഉണ്ടായില്ല. പകരം എന്താണ് ചെയ്തത്? പകരം ശ്രീനാദേവിയെ പലയിടങ്ങളിൽ നിന്നും മാറ്റി. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആകേണ്ട ശ്രീനാദേവിയെ ആ പ്രസിഡന്റ് പദവി നിഷേധിച്ചു. AIF സംസ്ഥാന കമ്മിറ്റിയിൽ നിന്ന് പുറത്താക്കി, വീണ്ടും തിരിച്ചെടുത്തു എന്ന് CPI പാർട്ടി അംഗത്വത്തിൽ നിന്ന് മെമ്പർഷിപ്പ് കൊടുക്കാതെ അവരെ മാറ്റി നിർത്തി. ഇതൊക്കെ ചെയ്ത് അവരെ വേട്ടയാടി. അവസാനം ഗതികെട്ട് ഈ പാർട്ടി ഗുണം പിടിക്കില്ല എന്ന് കണ്ട് പാർട്ടിയിലുള്ള എല്ലാ വിശ്വാസങ്ങളും തകർന്നടിഞ്ഞിട്ട് അവർ പുറത്തിറങ്ങുകയാണ്. ഈ ഒരു ഘട്ടത്തില് ഇവരുടെ ഈ പുറത്തിറങ്ങലോട് കൂടി ഇവിടെ പല കാര്യങ്ങളും വ്യക്തമാകുകയാണ്. എന്തൊക്കെയാണ് ആ കാര്യങ്ങള്? ആ കാര്യങ്ങൾ എന്ന് പറയുന്നത്, രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വ്യക്തമായ ഗൂഢാലോചനകൾ നടന്നിട്ടുണ്ട്. രാഹുലിനെ കുടുക്കാൻ, രാഹുലിനെ ഇല്ലായ്മ ചെയ്യാൻ, രാഹുലിനെ വെട്ടി വീഴ്ത്താൻ വേണ്ട ഗൂഢാലോചനകൾ നടന്നിട്ടുണ്ട്. ഇവരൊക്കെ ആഗ്രഹിച്ചത് രാഹുൽ മാങ്കൂട്ടം ഈ രാഷ്ട്രീയം, ഈ രാഷ്ട്രീയ പ്രവർത്തനം, പൊതുപ്രവർത്തനം അവസാനിപ്പിച്ച് അയാൾ വീട്ടിലിരിക്കണം, അയാൾ മൂലക്കിരിക്കണം എന്ന് പറഞ്ഞാൽ അയാൾ ഈ മണ്ഡലത്തിൽ ഉണ്ടാവാൻ പാടില്ല എന്ന
ഒരു സ്ത്രീയാണ്, പാർട്ടിയുടെ പ്രവർത്തകയാണ്, ജില്ലാ പഞ്ചായത്ത് അംഗമാണ് എന്നൊന്നുമുള്ള പരിഗണനകളൊന്നും നൽകാതെ ആ വ്യാജമായ ആരോപണങ്ങൾ ഉന്നയിക്കാൻ, കള്ളമൊഴികൾ ഉണ്ടാക്കാൻ, ഈ സ്ത്രീയെ കരുവാക്കാൻ, സാങ്കല്പിക ഇരയാക്കുവാനുള്ള ശ്രമം നേതൃത്വത്തിന്റെ അറിവോടുകൂടെ ഉണ്ടായി എന്നുള്ളത് തന്നെയാണ്. ഈ കാര്യങ്ങൾ പുറത്തു വരുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സംസ്ഥാന സെക്രട്ടറിക്ക് പോലും പരാതി നൽകിയിട്ടും ആ പരാതി കണ്ട ഭാവം പോലും നടിക്കാതെ അതൊക്കെ തള്ളി മാറ്റിക്കളഞ്ഞു. ആദർശവും ആശയവും ഈ പറയുന്ന പ്രസ്ഥാനവും ഒക്കെ ഇങ്ങനെ വായിൽ 24 മണിക്കൂറും വിളിച്ചോതുന്ന സഖാക്കള് സ്വന്തം പാർട്ടിയിൽപ്പെട്ട ഒരു വനിതയുടെ സുരക്ഷ, അവരുടെ ആത്മാഭിമാനം, അതിനെ പോലും വില കൊടുത്ത് വാങ്ങുവാനുള്ള ശ്രമങ്ങൾ നടത്തി. അവരെ നിർബന്ധിച്ചു, രാഹുലിനെതിരെ ഇരയാകുവാൻ നിർബന്ധിച്ചു. എന്നിട്ട് ഇവരാണ് സ്ത്രീകളുടെ സംരക്ഷകരാകുന്നത്. ഇവര് കേരളത്തിലുള്ള എല്ലാ അമ്മമാരുടെയും പെങ്ങന്മാരുടെയും ഒക്കെ ഹോൾസെയിൽ സംരക്ഷകരാണ്. സ്വന്തം പാർട്ടിയിൽപ്പെട്ട ഒരു സ്ത്രീയെ അവരുടെ ആത്മാഭിമാനത്തിന് പോർലേൽക്കുന്ന രീതിയിൽ വ്യാജമായ ആരോപണങ്ങൾ ഉന്നയിക്കുവാൻ മുന്നിൽ വരണമെന്ന് നിർബന്ധിച്ച ഇവരാണോ സ്ത്രീകളുടെ സംരക്ഷകർ? അതൊരു ഭാഗത്ത് നിൽക്കുകയാണ്. മറ്റൊരു ഭാഗത്ത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നടത്തിയിരിക്കുന്ന ഗൂഢാലോചനകൾ, ആ ഗൂഢാലോചനകൾ വളരെ വ്യക്തമായി പുറത്തേക്ക് വരികയാണ്. രാഹുലിനെതിരെ നടന്നിരിക്കുന്നത് വളരെ വ്യക്തമായ പ്ലാനുകളുടെയും പദ്ധതികളുടെയും അടിസ്ഥാനത്തിൽ നടത്തിയിരിക്കുന്ന, വളരെ സൂക്ഷ്മമായി നടത്തിയിരിക്കുന്ന ഗൂഢാലോചനകൾ തന്നെയാണ് എന്നുള്ള കാര്യം ഒരു തർക്കവുമില്ലാതെ മറനീക്കി പുറത്തേക്ക് വരികയാണ്. ശ്രീനാദേവിയെ പോലെയുള്ള പാർട്ടി അംഗമായിട്ടുള്ള, സഖാവായിട്ടുള്ള, ജില്ലാ പഞ്ചായത്ത് അംഗമായിട്ടുള്ള, സ്ത്രീകളുടെ ഒക്കെ മുന്നിൽ നിന്ന് നയിക്കുന്ന ഒരു നേതാവിന് പോലും ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ രാഹുലിനെതിരെ പുറത്തു വന്നിരിക്കുന്ന എല്ലാ ഇരകളെന്ന് അവകാശപ്പെടുന്ന ആളുകളും ഇത്തരത്തിൽ എത്ര കിട്ടി എന്നുള്ള കാര്യം കൂടി ഒന്ന് വിളിച്ചു പറയേണ്ട കാര്യമുണ്ട്. അത് പൊതുജനത്തിന് അറിയാനുള്ള അവകാശമുണ്ട്. അത് നിങ്ങൾ വിളിച്ചു പറഞ്ഞേ മതിയാകൂ.